റീലൊക്കെ ഉള്ള സജീവമായതുകൊണ്ട്, സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടൈമിൽ ഈ അവസരത്തിന് വേണ്ടി കുറച്ച് അലഞ്ഞില്ലായിരുന്നോ? ഞാനോ? ആ, ഞാനില്ല. ഓക്കെ. വിനീത് മലർവാടിക്ക് ഞാൻ അഭിനയിക്കാൻ ആലോചിച്ചതല്ലായിരുന്നു. ആ. ഞാൻ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിനീത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മലർവാടിയിലൊരു വേഷത്തിന് വേണ്ടി ഓഡീഷന് വരാൻ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഷം അഭിനയിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇപ്പം ഒരു അവസരം കിട്ടിയേക്കാണല്ലോ കയറാൻ. അപ്പം അങ്ങനെ ഓഡീഷന് പങ്കെടുത്തു. ഓഡീഷൻ കിട്ടി, മലർവാടിയിൽ അഭിനയിച്ചു. അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി ഇത് കൊള്ളാമല്ലോ എന്ന്, ഇത് പഠിക്കണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ കുറേ ഷോർട്ട് ഫിലിം അഭിനയിച്ചു. അപ്പോൾ അങ്ങനെ അഭിനയിക്കാനുള്ള അവസരം വന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ആ ജോലി, ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ സമാധാനമുള്ള ജോലി. ആ സമാധാനം കളഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ തലയെടുത്ത് വെക്കണ്ടല്ലോ, ഡയറക്ഷൻ വെക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ആ മോഹം വിട്ടു. നമ്മളെല്ലാവരും അയച്ചാണ്ട് ഒരു കയ്യടി കൊടുക്കണം. വേറെ ഒന്നുമല്ല, അല്ല പറയത്തുവാ, വേറെ ഒന്നുമല്ല, സർവമായ പടം അടിപൊളി. ഞാൻ വിചാരിച്ചു ഡയറക്ഷൻ വിട്ടതിനാണ് അതിനുമ്പോ കയ്യടി തുടങ്ങി.